ഒരു കമേഴ്ഷ്യൽ ഡിസ്പ്യൂട്ട്സ് കേസുകൾ, അതായത് നമ്മളൊരു മെറ്റീരിയൽ ആർക്കെങ്കിലും സപ്ലൈ ചെയ്യുന്നു, 30 days 60 days 90 days നമ്മളൊരു ക്രെഡിറ്റ് പീരീഡ് ഉണ്ടായിരിക്കും. ആ ക്രെഡിറ്റ് പീരീഡിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടുന്നില്ല, ഓൾറെഡി നമുക്ക് ഒരു 2 മാസം 3 മാസത്തെ പേയ്മെൻറ്റ് കിട്ടാനുണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് പിന്നീട് നമ്മൾ സപ്ലൈ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ അത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്ന പാർട്ടി ജെന്യൂൻ അല്ല എന്നുള്ളതും സമയത്തിന് പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്തൊരു കമ്പനിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ലീഗൽ നോട്ടീസ് അയച്ച് നമ്മൾ പേയ്മെൻറ്റ് കിട്ടാനുള്ള വഴികൾ നോക്കണം. നമ്മൾ നീട്ടി കൊണ്ടുപോകും തോറും അവർ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ കൂടുതൽ വാങ്ങും. അവരെത്രയും വേഗം വൈൻഡപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. നമ്മളൊരു കേസ് ഫയൽ ചെയ്ത് നമ്മളൊരു ആക്ഷനിലേക്ക് എത്തുന്ന സമയത്തിനുള്ളിൽ ഈ കമ്പനിയുടെ അസറ്റ്സ് പോയിട്ടുണ്ടാവും, ഭയങ്കരമായി വീക്കായി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു കേസ് കഴിഞ്ഞ് ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടിയാൽ തന്നെ ഒരു പക്ഷേ നമുക്ക് ആ പേയ്മെൻറ്റ് കിട്ടാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഈ കമ്പനിയുടെ ഓണേഴ്സ് സ്ഥലം വിട്ടിട്ടുണ്ടാവും.